ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ വാഹന വ്യവസായ ചരിത്രത്തിൽ സുപ്രധാന നേട്ടം കൈവരിച്ച് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. കശ്മീർ താഴ്വരയിലേക്ക് റെയിൽ മാർഗം വാഹനങ്ങൾ എത്തിക്കുന്ന ആദ്യത്തെ കാർ നിർമ്മാതാക്കളായി കമ്പനി മാറിയിരിക്കുകയാണ്. ബ്രസ ഡിസയർ, വാഗണാർ, എസ്പ്രസോ തുടങ്ങിയ മോഡലുകൾ ഉൾപ്പെടെ 100-ലധികം യൂണിറ്റുകളുള്ള കമ്പനിയുടെ ആദ്യ ബാച്ച് കാറുകൾ പുതിയതായി ഉദ്ഘാടനം ചെയ്ത അനന്ത്നാഗ് റെയിൽവേ ടെർമിനലിൽ എത്തിച്ചേർന്നു. ഹരിയാനയിലെ മനസേറിലുള്ള മാരുതി സുസുക്കിയുടെ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ഇൻപ്ലാന്റ് റെയിൽവേ സൈഡിംഗിൽ നിന്നും 850 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് വാഹനങ്ങൾ അനന്തനാഗിലെത്തിയത്. റെയിൽ ലോജിസ്റ്റിക്സിന്റെ തന്ത്രപരമായ പ്രാധാന്യം മാരുതി സുസുക്കി മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഹിസാക്ഷി ടക്കുച്ചി ഊന്നി പറഞ്ഞു. റോഡ് ഗതാഗതത്തിന് പകരമായി റെയിൽ ഗതാഗതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാരുതി സുസുക്കി അതിന്റെ ഹരിത ലോജിസ്റ്റിക്സ് ശൃംഖല വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2013 ഓട്ടോമൊബൈൽ ഫ്രൈറ്റ് ട്രെയിൻ ഓപ്പറേറ്റർ ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വാഹന നിർമ്മാതാക്കളായിരുന്നു മാരുതി സുസുക്കി. 2014-15 സാമ്പത്തിക വർഷം മുതൽ കമ്പനി ഇന്ത്യൻ റെയിൽവേ വഴി 26 ലക്ഷത്തിലധികം വാഹനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് റോഡുകളിലെ തിരക്ക് കുറയ്ക്കുകയും കാർബൺ ബഹിർഗമനം ഗണ്യമായി ഇല്ലാതാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. വിൻഡോസ് 10 വേർഷൻ നിർത്താനൊരുങ്ങി മൈക്രോസോഫ്റ്റ്. ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളെ ബാധിക്കുമെന്ന ആശങ്കയിൽ ടെക് ലോകം. വരുന്ന ഒക്ടോബർ 14-ന് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10 ഹോം, പ്രോ ഫോർ വർക്ക് സ്റ്റേഷൻസ്, പ്രോ എഡ്യൂക്കേഷൻ എന്നിവയ്ക്കുള്ള പിന്തുണ മൈക്രോസോഫ്റ്റ് ഔദ്യോഗികമായി പിൻവലിക്കും. കമ്പനിയുടെ പുതിയ ലൈഫ് സൈക്കിൾ ഫാക്ട് ഷീറ്റ് പ്രകാരമാണിത്. ഈ മാറ്റം ലോകമെമ്പാടും വിൻഡോസ് 10 പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളെ ബാധിക്കും. വിൻഡോസ് 10-ൽ പുതിയ അപ്ഡേറ്റുകളോ സുരക്ഷാ പരിഹാരങ്ങളോ കമ്പനി സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ സിസ്റ്റം റിസ്ക് സോണിലായിരിക്കുമെന്നാണ് ഇതിനർത്ഥം. ഇക്കാരണത്താൽ ഹാക്കർമാർക്ക് ഏത് പിഴവുകളും മുതലെടുക്കാനും ഹാക്ക് ചെയ്യാൻ എളുപ്പവുമാകും. അതായത് സിസ്റ്റങ്ങൾ സുരക്ഷാ ഭീഷണികൾ, മാൽവെയർ എന്നിവയ്ക്ക് കൂടുതൽ ഇരയാകുമെന്നാണ്. ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഉപയോക്താക്കൾ എത്രയും വേഗം പുതിയ വിൻഡോസിലേക്കോ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലേക്കോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു. ഫോബ്സ് റിപ്പോർട്ട് അനുസരിച്ച് ലോകമെമ്പാടുമുള്ള വിൻഡോസ് 10-ന്റെ സജീവ ഉപയോക്താക്കളുടെ എണ്ണം ഏകദേശം 80 കോടിയാണ്. വിൻഡോസ് 11 ഉപയോഗിക്കുന്നവരുടെ എണ്ണം 43.5 കോടിയും. വിൻഡോസ് 11-ഉം പുതിയ കോപൈലറ്റ് പ്ലസ് പിസികളും സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിൻഡോസ് 10 ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനുള്ള മൈക്രോസോഫ്റ്റിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. കോമറ്റ് AI ബ്രൗസർ ലോകമെങ്ങും സൗജന്യമാക്കി പെർപ്ലെക്സിറ്റി. ഗൂഗിൾ ക്രോം അടക്കമുള്ള സെർച്ച് ഭീമന്മാർക്ക് ഇന്ത്യൻ ബന്ധമുള്ള കമ്പനി തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. ടെക് സ്റ്റാർട്ടപ്പായ പെർപ്ലെക്സിറ്റി AI അവരുടെ കോമറ്റ് AI ബ്രൗസർ എല്ലാ ഉപയോക്താക്കൾക്കും സൗജന്യമാക്കി. വെബിൽ സെർച്ച് ചെയ്യാനും ഇമെയിലുകൾ ഡ്രാഫ്റ്റ് ചെയ്യാനും ടാബുകൾ ക്രമീകരിക്കാനും ഷോപ്പിംഗ് നടത്താനുമൊക്കെ കഴിയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റായാണ് കോമറ്റ് AI ബ്രൗസർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പെർപ്ലെക്സിറ്റി മാക്സ് വരിക്കാർക്ക് പ്രതിമാസം $200 എന്ന നിരക്കിൽ ജൂലൈയിൽ ആണ് കോമറ്റ് ആരംഭിച്ചത്. ഇപ്പോൾ കോമറ്റ് സൗജന്യമായി നൽകാനുള്ള പെർപ്ലെക്സിറ്റിയുടെ തീരുമാനം കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാനും ഗൂഗിൾ ക്രോം ഉൾപ്പെടെയുള്ള ബ്രൗസർ എതിരാളികൾക്ക് കടുത്ത മത്സരത്തിനും ഇടയാക്കുമെന്നാണ് വിലയിരുത്തലുകൾ. AI അധിഷ്ഠിത ബ്രൗസർ എന്ന നിലയ്ക്ക് ജൂലൈ മാസത്തിലാണ് കോമറ്റ് പെർപ്ലെക്സിറ്റി അവതരിപ്പിച്ചത്. ഓഗസ്റ്റിൽ പെർപ്ലെക്സിറ്റി AI കോമറ്റ് പ്ലസും അവതരിപ്പിച്ചു. ഒരു AI ഏജന്റായിട്ടാണ് കോമറ്റ് ബ്രൗസർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ ടാബുകളും കൈകാര്യം ചെയ്യാനും ഇമെയിലുകളും കലണ്ടർ ഇവന്റുകളും സംഗ്രഹിക്കാനും വെബ് പേജുകളിലൂടെ നാവിഗേറ്റ് ചെയ്യാനും ഇതിന് സാധിക്കും. ഇന്ത്യക്കാരനായ അരവിന്ദ് ശ്രീനിവാസാണ് പെർപ്ലെക്സിറ്റി AIയുടെ CEO. കോമറ്റ് സൗജന്യമാക്കിയതായുള്ള പ്രഖ്യാപനം നടത്തിയതും അരവിന്ദാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി.